ഗുഡ് മോർണിംഗ് ഓൾ. അപ്പോൾ നമ്മൾ റിമോട്ട് സെൻസിങ്ങിനെ കുറിച്ചായിരുന്നു ഡിസ്കസ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആക്റ്റീവ് റിമോട്ട് സെൻസിങ്ങിനെ കുറിച്ചും പാസീവ് റിമോട്ട് സെൻസിങ്ങിനെ കുറിച്ച് വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇറ്റ്സ് അബൌട്ട് റിമോട്ട് സെൻസിങ് പ്ലാറ്റ്ഫോംസ്. Remote sensing platforms can be classified as follows based on the elevation from the surface at which these platforms are placed. First one is ground level remote sensing platform. That is, ground level remote sensors are very close to the ground and they are basically used to develop and calibrate sensors for different features on the earth's surface. Second one is aerial remote sensing, which are low altitude aerial remote sensing and high altitude aerial remote sensing. Then spaceborne remote sensing, there is platform is space shuttles. We have polar orbiting satellite at platform and geostationary satellites at platforms. From each of these platforms, remote sensing can be done either in passive or active mode. അപ്പോൾ റിമോട്ട് സെൻസിങ് പ്ലാറ്റ്ഫോംസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 3 തരത്തിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതിൻ്റെ ആൾട്ടിറ്റ്യൂഡിനെ ബേസ് ചെയ്തിട്ട്. ഒന്ന് ഗ്രൗണ്ട് ലെവൽ റിമോട്ട് സെൻസിങ്, ഗ്രൗണ്ടിന് നമ്മളെ എർത്ത് സർഫസിന് വളരെ അടുത്തായിട്ട് വരുന്ന റിമോട്ട് സെൻസിങ് പ്ലാറ്റ്ഫോംസ് ആണെന്ത്? ഗ്രൗണ്ട് ലെവൽ റിമോട്ട് സെൻസിങ് പ്ലാറ്റ്ഫോംസ്. ദെൻ ഏരിയൽ റിമോട്ട് സെൻസിങ്, നമ്മൾ എയറോപ്ലെയിനൊക്കെ വെച്ചിട്ട് റിമോട്ട് സെൻസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഷട്ടിൽസൊക്കെ വെച്ചിട്ട് റിമോട്ട് സെൻസ് ചെയ്യുന്നത് എന്താണ്? ഏരിയൽ റിമോട്ട് സെൻസിങ്. അത് ലോ ആൾട്ടിറ്റ്യൂഡ് ഉണ്ട്, ഹൈ ആൾട്ടിറ്റ്യൂഡ് ഉണ്ട്. പിന്നെ സ്പേസ് ബോണ്ടാണ്, സ്പേസ് ഷട്ടിൽസ് ഉപയോഗിക്കുക, പിന്നെ സാറ്റലൈറ്റ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന റിമോട്ട് സെൻസിങ്. അതെന്താണ്? സ്പേസ് ബോണ്ട് റിമോട്ട് സെൻസിങ് ആണ്. അപ്പോൾ ഇതാണ് ഗ്രൗണ്ട് ലെവൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാമറ ഒക്കെ വെച്ചിട്ട് ചെയ്യുന്ന റിമോട്ട് സെൻസിങ് ആണെന്ത്? ഗ്രൗണ്ട് ലെവൽ റിമോട്ട് സെൻസിങ്. ഏരിയൽ എന്ന് പറഞ്ഞാൽ ഹെലികോപ്റ്റേഴ്സ്, ബലൂൺസ്, അതുപോലെ തന്നെ എയറോപ്ലെയിൻസ്, ഇതൊക്കെ പ്ലാറ്റ്ഫോമായിട്ട് ഉപയോഗിക്കുന്നതാണെന്ത്? ഏരിയൽ റിമോട്ട് സെൻസിങ്. പിന്നെ സ്പേസ് ബോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാറ്റലൈറ്റ്, സ്പേസ് ഷട്ടിൽസ്, ഇതൊക്കെ പ്ലാറ്റ്ഫോമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിലാണ് എന്ത്? എയർബോൺ റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്. എയർബോൺ ആൻഡ് സ്പേസ് ബോൺ റിമോട്ട് സെൻസിങ്. ഇൻ എയർബോൺ റിമോട്ട് സെൻസിങ്, downward or sideward looking sensors mounted on aircraft are used to obtain images of the earth's surface. അപ്പോൾ നമ്മൾ ഇമേജ് എടുക്കാൻ എന്ത് ചെയ്യുന്നത്? എയർക്രാഫ്റ്റിലാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ സെൻസേഴ്സ് ഫിറ്റ് ചെയ്യുന്നത്. ഡൗൺവേർഡായിട്ടും അതുപോലെ തന്നെ സൈഡ്വാർഡ് ലുക്കിംഗ് സെൻസേഴ്സ് ഉണ്ടാവും. വെരി ഹൈ സ്പേഷ്യൽ റെസൊല്യൂഷൻ ഇമേജസ് ക്യാൻ ബി ഒബ്റ്റെയിൻ യൂസിങ് ദിസ്. ഹൈ റെസൊല്യൂഷനുള്ള ഇമേജ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏരിയൽ റിമോട്ട് സെൻസിങ് വഴി കിട്ടുന്നതാണ്. ഹൗവർ ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ടു മാപ്പ് എ ലാർജ് ഏരിയ. ലാർജ് ഏരിയ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? മാപ്പ് ചെയ്യാനൊന്നും ഈ ഒരു എയർബോൺ മെത്തേഡ്സ് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റില്ല. ലെസ് കവറേജ് ഏരിയ ആൻഡ് ഹൈ കോസ്റ്റ് പെർ യൂണിറ്റ് ഏരിയ ഓഫ് ദി ഗ്രൗണ്ട് കവറേജ് ആർ മേജർ ഡിസഡ്വാൻറ്റേജ്. അപ്പോൾ മേജർ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ലെസ് കവറേജ് ഏരിയ, അതുപോലെ തന്നെ ഹൈ കോസ്റ്റ് പെർ യൂണിറ്റ് ഏരിയ. ഈ 2 കാര്യങ്ങളാണ് എന്ത് വരുന്നത്? ഇതിൻ്റെ മെയിനായിട്ടുള്ള ഡിസഡ്വാൻറ്റേജ് വരുന്നത്. ലിഡാർ, അനലോഗ് ഏരിയൽ ഫോട്ടോഗ്രഫി, വീഡിയോഗ്രഫി, തേർമൽ ഇമേജ് ഷെയറിംഗ് ആൻഡ് ഡിജിറ്റൽ ഫോട്ടോഗ്രഫി ആർ കോമൺലി യൂസ്ഡ് ഇൻ എയർബോൺ റിമോട്ട് സെൻസിങ്. അപ്പോൾ ലിഡാർ വരുന്നുണ്ട്, പിന്നെ അനലോഗ് ഏരിയൽ ഫോട്ടോഗ്രഫി വരുന്നുണ്ട്, വീഡിയോഗ്രഫി വരുന്നുണ്ട്, തെർമൽ ഇമേജറി. ഇതൊക്കെ എന്താണ്? ഈ ഏരിയൽ റിമോട്ട് സെൻസിങ്ങിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് ആണ്. ഇനി ഇൻ സ്പേസ് ബോൺ റിമോട്ട് സെൻസിങ്, സെൻസേഴ്സ് ആർ മൗണ്ടഡ് ഓൺ സ്പേസ് ഷട്ടിൽസ് ഓർ സാറ്റലൈറ്റ് ഓർബിറ്റിംഗ് ദി എർത്ത്. സാറ്റലൈറ്റ് അല്ലെങ്കിൽ സ്പേസ് ഷട്ടിലാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ സെൻസേഴ്സ് വെക്കുന്നത്. ദർ ആർ സെവറൽ റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ്സ്. 2 തരത്തിലാവാം. ഒന്ന് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സ് അല്ലെങ്കിൽ പോളർ ഓർബിറ്റിംഗ് സാറ്റലൈറ്റ്സ് ആവാം. പ്രൊവൈഡിങ് ഇമേജറി ഫോർ റിസർച്ച് ആൻഡ് ഓപ്പറേഷണൽ ആപ്ലിക്കേഷൻസ്. While geostationary or geosynchronous satellites are used for communication and meteorological purpose, polar orbiting or sun synchronous satellites are
എസെൻഷ്യലി യൂസ്ഡ് ഫോർ റിമോട്ട് സെൻസിങ്. അപ്പോൾ സാധാരണ റിമോട്ട് സെൻസിങ്ങിൽ ഉപയോഗിക്കുന്ന എന്താണ്, പോളാർ ഓർബിറ്റിംഗ് ഓൺ സൺ സിങ്ക്രണസ് സാറ്റലൈറ്റ്സ് ആണ്. ജിയോസ് അല്ലെങ്കിൽ ജിയോ സ്റ്റേഷന് ജിയോ സിങ്ക്രണസ് സാധാരണ ഉപയോഗിക്കുന്ന കമ്മ്യൂണിക്കേഷൻ പർപ്പസിനാണ്. ദ മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് ദി സ്പേസ് ബോണ്ട് റിമോട്ട് സെൻസിങ് ആർ ലാർജ് ഏരിയ കവറേജ്. അപ്പോൾ കുറച്ച് ഉയരത്തിലായതുകൊണ്ട് നമുക്ക് കുറേ ഏരിയ എന്ത് ചെയ്യാൻ പറ്റും, കവർ ചെയ്യാൻ പറ്റും. ലെസ് കോസ്റ്റ് പെർ യൂണിറ്റ് ഏരിയ ഓഫ് കവറേജ്, കോസ്റ്റ് കുറവാണ്. കണ്ടിന്യൂസ് ഫ്രീക്വൻറ്റ് കവറേജ് ഓഫ് എൻ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ്, നമുക്ക് ഒരു ഏരിയൻ്റെ കണ്ടിന്യൂസ് ഫ്രീക്വൻ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കവർ ചെയ്യാൻ പറ്റും. ഹൗ ഓവർ വെൻ കമ്പയർഡ് ടു ഏരിയൽ ഫോട്ടോഗ്രാഫി സാറ്റലൈറ്റ് ഇമേജറി ആർ ലോവർ റെസൊല്യൂഷൻ. ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ റെസൊല്യൂഷൻ എന്താണ്, ലോവറാണ്. ലാൻഡ്സാറ്റ് സാറ്റലൈറ്റ്, IRS ഇന്ത്യൻ റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ്, ഇക്കോനോസ്, സ്പോട്ട് സാറ്റലൈറ്റ്, അക്വ ആൻഡ് ടെറ ഓഫ് നാസ, ഇൻസാറ്റ് സാറ്റലൈറ്റ് സീരീസ് ആർ ഫ്യൂ എക്സാമ്പിൾ ഫോർ സ്പേസ് ബോൺ സാറ്റലൈറ്റ്സ്. റിമോട്ട് സെൻസിങ്ങിൻ്റെ സാറ്റലൈറ്റ്സിൻ്റെ ഫ്യൂ എക്സാമ്പിൾസാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി ആക്റ്റീവ്സ് ആൻഡ് പാസീവ് സെൻസേഴ്സ്. ആക്റ്റീവ് സെൻസേഴ്സ് എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് റിമോട്ട് സെൻസേഴ്സ് ക്രിയേറ്റ് ദിയർ ഓൺ ഇലക്ട്രോമാഗ്നറ്റിക് എനർജി that is transmitted from the sensor towards the terrain, interact with the terrain producing a backscatter of energy and is recorded by the remote sensors receiver. ഇപ്പോൾ ആക്റ്റീവ് റിമോട്ട് സെൻസിങ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആക്റ്റീവ് റിമോട്ട് സെൻസിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ആക്റ്റീവ് സോഴ്സ് കൊടുത്തിട്ടാണ് എന്ത്, ഒരു ആക്റ്റീവ് ഇലക്ട്രോമാഗ്നറ്റിക് സോഴ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പാസീവിൽ എന്താ വരുന്നത്, നമ്മൾ സണ്ണാണ് എന്ത്, ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ്റെ സോഴ്സ് വരുന്നത്. അപ്പോൾ ആക്റ്റീവ് സെൻസേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ആക്റ്റീവായിട്ടുള്ള നമ്മൾ ആർട്ടിഫിഷ്യൽ സോഴ്സ് എന്നുള്ള ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനെ സ്വീകരിക്കുന്ന സെൻസേഴ്സാണ് എന്ത്, ആക്റ്റീവ് സെൻസേഴ്സ് എന്ന് പറയുന്നത്. പാസീവ് സെൻസേഴ്സ് എന്ന് പറഞ്ഞാൽ ഡിറ്റക്ട് നാച്ചുറലി എമിറ്റഡ് മൈക്രോവേവ് എനർജി വിത്തിൻ ഇറ്റ്സ് ഫീൽഡ് ഓഫ് വ്യൂ. നാച്ചുറലി ഒക്കറിങ് ആയിട്ടുള്ള സണ്ണിന്നോ അല്ലെങ്കിൽ നമ്മൾ എർത്തിൽ നിന്നൊക്കെ വരുന്ന, സണ്ണിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്, അല്ലെങ്കിൽ എർത്തിൽ നിന്ന് നമ്മൾ വരുന്ന പാസീവ് വേവ്സ്, ടെമ്പറേച്ചർ വേവ്സ്, ഇതിനൊക്കെ ഡിറ്റക്റ്റ് ചെയ്യുന്നതാണ് എന്ത്, പാസീവ് സെൻസേഴ്സ് എന്ന് പറയുന്നത്. ഇനി എക്സാമ്പിൾ ഫോർ ആക്റ്റീവ് സെൻസേഴ്സ് എന്ന് പറഞ്ഞാൽ റഡാർ സാറ്റ്-1. ഇറ്റ് ഈസ് ആൻ അഡ്വാൻസ്ഡ് എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് പ്രൊജക്ട് ഡെവലപ്ഡ് ബൈ ദി കനേഡിയൻ സ്പേസ് ഏജൻസി ഓൺ 4th November 1995 to monitor the environmental changes to support the resource of sustainability. റഡാർ സാറ്റ് ഒരു എക്സാമ്പിളാണ്. നമ്മളെ കനേഡിയൻ സ്പേസ് ഏജൻസി ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ്. അവരുടെ ഇമേജാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. റഡാർ സാറ്റലൈറ്റിൻ്റെ ഒരു ഇമേജാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇനി LIS-1 മൾട്ടിസ്പെക്ട്രൽ സിസ്റ്റം with a 76 meter resolution in 4 wave bands, a more advanced version of LIS-2 carried by IRS. നെക്സ്റ്റ് വരുന്നതാണ് ലിസ്, ഇന്ത്യൻ റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ്സിൻ്റെ ആണ്. 1B സാറ്റലൈറ്റ് വിച്ച് വാസ് ലോഞ്ച്ഡ് ഇൻ 1991. അപ്പോൾ അത് തരുന്ന ഒരു ലിസിൻ്റെ സാറ്റലൈറ്റ് ഇമേജാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. കനോട്ട് പാലസിൻ്റെ ഒരു ഇമേജാണ്. ഇനി പാസീവ് റിമോട്ട് സെൻസേഴ്സിൻ്റെ ഒരു എക്സാമ്പിളാണ് SPOT-1. ഇറ്റ് വാസ് ലോഞ്ച്ഡ് ഓൺ 2nd February in 1986 with a 10 panchromatic and 20 meter multispectral picture resolution capability. അപ്പോൾ 1986 ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു പാസീവ് റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ് ആണെന്ത്, SPOT-1. മൾട്ടി സ്പെക്ട്രലാണ്. ഡിഫറെൻറ്റ് സ്പെക്ട്രത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, ഒറ്റ സ്പെക്ട്രം അല്ല, ഡിഫറെൻറ്റ്. നമ്മൾ ഒരു സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചില സാറ്റലൈറ്റ് ഇൻഫ്രാറെഡ് റേഡിയേഷന് മാത്രമേ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടാവുള്ളൂ. ഇതല്ല, മൾട്ടി സ്പെക്ട്രലാണ്. ഡിഫറെൻറ്റ് സ്പെക്ട്രത്തിൽ വിസിബിൾ റേസ് ആവാം, ഇൻഫ്രാറെഡ് ആവാം, മൈക്രോവേവ് ആവാം, അങ്ങനെ ഡിഫറെൻറ്റ് സ്പെക്ട്രത്തിന് ഇതിനെന്ത് ചെയ്യാൻ പറ്റും,
സെൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാറ്റലൈറ്റാണെന്ത് സ്പോട്ട് 1. ഇനി ഡിഫറൻസ് ബിറ്റ്വീൻ ആക്റ്റീവ് ആൻഡ് പാസീവ് സെൻസേഴ്സ്. ആക്റ്റീവ് സെൻസേഴ്സ് എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസേഴ്സ് ജനറേറ്റ് ഇലക്ട്രിക് കറൻറ്റ് ഓർ വോൾട്ടേജ് ഡയറക്ട്ലി ഇൻ റെസ്പോൺസ് ടു ദി എൻവയോൺമെൻറ്റൽ സിമുലേഷൻ. ബട്ട് passive transducers produce a change in some passive electrical quantities such as capacitance, resistance or inductance as a result of stimulation. This usually require additional passive sensors to detect the energy when the naturally occurring energy is available. Active sensors provides their own energy source for the illumination. Active sensors are able to obtain measurements anytime. Passive sensors can obtain measurements only in daytime. അപ്പോൾ മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് സെൻസേഴ്സ് സ്വന്തം എനർജി എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്തിട്ട് ആ ഇലിമിനേറ്റ് ചെയ്യാൻ സ്വന്തം എനർജി പ്രൊവൈഡ് ചെയ്തിട്ട് അത് റിഫ്ലക്റ്റ് ചെയ്തിട്ട് വന്നിട്ടുള്ള റേസിനെയാണ് എന്ത് ചെയ്യുന്നത് ആക്റ്റീവ് സെൻസേഴ്സ് ഡിറ്റക്റ്റ് ചെയ്യുന്നത്. പക്ഷേ പാസീവ് സെൻസേഴ്സ് എന്ന് പറഞ്ഞാൽ സ്വയമായിട്ട് എന്ത് ചെയ്യുന്നില്ല, ഇലിമിനേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ സ്വയം ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷന് എന്ത് ചെയ്യുന്നില്ല, അത് ഉൽപ്പാദിപ്പിക്കുന്നില്ല. പക്ഷേ ഇൻസ്റ്റെഡ് എന്ത് ചെയ്യുന്നത് നാച്ചുറലി ഒക്കറിങ് സോഴ്സ് എന്നുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷന് ആ റിഫ്ലക്റ്റ് വരുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനെ ഡിറ്റക്റ്റ് ചെയ്യുകയാണ് എന്ത് ചെയ്യുന്നത് പാസീവ് സോഴ്സ് ചെയ്യുന്നത്. അപ്പോൾ ആക്റ്റീവ് സോഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാ സമയത്തും ചെയ്യാൻ പറ്റും. ഇത് ആർട്ടിഫിഷ്യലായിട്ട് സ്വന്തമായിട്ട് തന്നെ എന്ത് ചെയ്യുന്നത്, അത് ഇലിമിനേറ്റ് ചെയ്യുന്നത്, ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ സമയത്തും ചെയ്യാൻ പറ്റും. പക്ഷേ പാസീവ് സോഴ്സ് എന്ന് പറഞ്ഞാൽ സാധാരണ ഡേ ടൈം, സാധാരണ സൂര്യനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ സൂര്യനാണ് നാച്ചുറൽ സോഴ്സായിട്ട് വരുന്നത്. പകൽ സമയത്ത് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആക്റ്റീവ് റിമോട്ട് സെൻസിങ് അല്ല പാസീവ് റിമോട്ട് സെൻസിങ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആക്റ്റീവ് നമുക്ക് എല്ലാ സമയത്തും ചെയ്യാൻ പറ്റും. പിന്നെ ആക്റ്റീവിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ബെറ്റർ കൺട്രോൾ ഓഫ് നോയ്സ് സോഴ്സസ് ത്രൂ ദി കൺട്രോൾ ഓഫ് ഇൻജക്റ്റഡ് സിഗ്നൽ. നമുക്ക് നോയ്സ് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ, നോയ്സ് എന്ന് പറഞ്ഞാൽ അൺവാണ്ടഡ് ആയിട്ടുള്ള എന്തെങ്കിലും സിഗ്നൽസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇനി അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ബിക്കോസ് ബോത്ത് സോഴ്സസ് റിസോഴ്സ് ആർ അണ്ടർ സർവേസ് കൺട്രോൾ he must supply both, therefore the field equipment tends to be more complex. രണ്ടും എന്ത് ചെയ്യുന്നത്, ദാറ്റ് ഈസ് സോഴ്സും റിസീവറും ഒരേ ആളാണ് ചെയ്യേണ്ടത്. സർവേയറിൻ്റെ കൺട്രോളിലാണ്, നമ്മൾ റിമോട്ട് സെൻസ് ചെയ്യുന്ന കൺട്രോളറെ കയ്യിലാണ് എന്ത് വരുന്നത്, നമ്മൾ റിസീവറും വരുന്നത്, അതുപോലെ തന്നെ സോഴ്സും വരുന്നത്. അപ്പോൾ അതിൻ്റെ എക്യുപ്മെൻറ്റ്സൊക്കെ എന്താണ്, കോംപ്ലക്സ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ആണ്. Because of the propagating fields are generally measured, active experiment usually provide better depth control over source of anomalous signal. Better depth control ആണ് complex and time consuming than passive experiments. എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് ആണ്, അതിൻ്റെ എക്യുപ്മെൻറ്റ്സ് കോംപ്ലക്സ് ആണ്, അതുപോലെ തന്നെ അനാലിസിസും കുറച്ച് കോംപ്ലക്സ് ആണ്. പിന്നെ അതുപോലെ തന്നെ എന്താണ്, ഇത് കൺസ്യൂമിങ് കുറേ ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. മെനി ഡിഫറെൻറ്റ് സോഴ്സസ് റിസീവ് കോൺഫിഗറേഷൻ ക്യാൻ ബി യൂസ്ഡ് അലോയിങ് ഫോർ വൈഡ് വെറൈറ്റി ഓഫ് സർവേ സൈൻസ്. ദിസ് അലോ സർവേ ഡിസൈനേഴ്സ് ഗ്രേറ്റ് ഫ്ലെക്സിബിലിറ്റി ഇൻ കസ്റ്റമൈസിങ് ദ സർവേ ഫോർ പെർട്ടിക്കുലർ പ്രോബ്ലം. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാര്യങ്ങളൊക്കെ ഒന്ന് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. നമ്മുടെ പെർട്ടിക്കുലർ പ്രോബ്ലത്തിനനുസരിച്ചുള്ള എന്ത് ചെയ്യാൻ പറ്റും, കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. വേറെ ഒരു ഡിസഡ്വാൻറ്റേജ് വരുന്ന യൂസ്ഡ് അലോയിങ് ഫോർ വൈഡ് വെറൈറ്റി ഓഫ് സർവേ ഡിസൈൻ. ദ ഇൻക്രീസ് ഇൻ ദി നമ്പർ ഓഫ് ഫീൽഡ് ഓപ്പറേഷൻ ഇൻവെറ്റബിൾ ലീഡ്സ് ടു ഗ്രേറ്റർ സർവേ ഡിസൈൻ കോസ്റ്റ് ആൻഡ് പൊട്ടൻഷ്യലി ടു ഇൻക്രീസ്ഡ് പ്രോബിലിറ്റി ഓഫ് ഫീൽഡ് മിസ്ഹാപ്സ്. ദ ലാർജ് ക്വാണ്ടിറ്റി ഓഫ് ഡാറ്റ ഒബ്റ്റൈൻഡ് ഇൻ മെനി ആക്റ്റീവ് എക്സ്പെരിമെൻറ്റ് ക്യാൻ ബിക്കം ഓവർവെൽമിങ് ടു ദി പ്രോസസ് ആൻഡ് ഇൻ്റർപ്രറ്റ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യുന്നത് കൊണ്ട് എന്താണ്, കൂടുതൽ കോംപ്ലക്സ് ആണ്, നമ്മളെ പ്രോസസ്സൊക്കെ കൂടുതൽ കോംപ്ലക്സ് ആവുകയും ചെയ്യും. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ ടൈം കൺസ്യൂമിങ് ആണ്. അതുപോലെ തന്നെ കൂടുതൽ ഡാറ്റ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അത് ഹാൻഡിൽ ചെയ്യാനൊക്കെ കുറച്ച് പ്രയാസമായിരിക്കും.
വേറെ അഡ്വാൻറ്റേജ് വരുന്നത് വൺ സെറ്റപ്പ് ആക്റ്റീവ് എക്സ്പെരിമെൻറ്റ്സ് ആർ കേപ്പബിൾ ഓഫ് പ്രൊഡ്യൂസിങ് വാസ്റ്റ് ക്വാണ്ടിറ്റി ഓഫ് ഡാറ്റ ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു ഇൻറ്റർപ്രിറ്റ് സബ്റ്റിൽ ഡീറ്റെയിൽസ് ഓഫ് എ സർഫസ്. അപ്പോൾ വേറൊരു അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത് നമുക്ക് കുറേ ഡാറ്റ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, വളരെ വിശദമായിട്ട് നമുക്ക് അതിനെ അനലൈസ് ചെയ്തിട്ട് ബെറ്റർ റിസൾട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ഇനി പാസീവ് സെൻസേഴ്സിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ആണ്. സർവേസ് നീഡ് ഓൺലി റിക്വയർ നാച്ചുറലി ഒക്കറിങ് ഫീൽഡ്, ദെർഫോർ ഹി നീഡ് സപ്ലൈ ഓൺലി സെൻസേഴ്സ് ആൻഡ് ഡാറ്റ റെക്കോർഡ്. സെൻസറും ഡാറ്റ റെക്കോർഡറും മാത്രമേ ആവശ്യമുള്ളൂ. സോഴ്സ് എന്താണ്, നാച്ചുറൽ ഒക്കറിങ് സോഴ്സാണ്. പക്ഷേ ഇതെന്താ വേറൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ലെസ് കൺട്രോൾ അവർ നോയ്സ് ബിക്കോസ് സോഴ്സ് ഓഫ് ദി സിഗ്നൽ ഈസ് ഔട്ട് ഓഫ് കൺട്രോൾ ഓഫ് ദി സർവേയർ. നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള സിഗ്നൽസിനൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, അൺവാണ്ടഡ് ആയിട്ടുള്ള സിഗ്നൽസിനൊന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ സോഴ്സ് നമ്മളെ കൺട്രോളിലല്ല. ഫീൽഡ് ഓപ്പറേഷൻസ് ആർ ജനറലി വെരി ടൈം എഫിഷ്യൻറ്റ്. ദിസ് പാസീവ് എക്സ്പെരിമെൻറ്റ് ക്യാൻ ബി റൺ ഓവർ wide areas in a more cost effective manner. Because passive disadvantage വരുന്നത് because passive fields are generally the result integrity anomalous geological contribution over wide areas. Identification of source of a anomalous reading can be difficult. Second വരുന്നത് one or two well established field procedures are generally used. Contractors can provide the surveys on short notice and relatively easily quantifiable results. Disadvantage വരുന്നത് one or two well established field procedures are generally used. This limits the amount of customization that can be done for specific problems. അപ്പോൾ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് എന്തേ ഉള്ളൂ, ഫീൽഡ് പ്രൊസീജിയേഴ്സ് ഉള്ളൂ, വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള. അപ്പോൾ നമ്മളെ കോൺട്രാക്ടേഴ്സിന് എന്ത് ചെയ്യണം, സർവേഴ്സിന് അത് കൃത്യമായിട്ട് മനസ്സിലാക്കി നോട്ട്സ് കൊടുത്ത് അവരെ കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അവരെ ചെയ്യിപ്പിക്കാൻ പറ്റും വളരെ ഈസി ആയിട്ട്. പക്ഷേ വേറെ അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കസ്റ്റമൈസേഷൻ എന്ത് ചെയ്യാൻ പറ്റില്ല, അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. Interpretation of the limited sets of observation can be accomplished with a modest computational requirements quickly and efficiently. The data set collected, disadvantage വരുന്ന the data set collected in passive experiments are smaller than those collected in active experiments and usually do not allow for detailed interpretation. അപ്പോൾ ഒരു ഡിസഡ്വാൻറ്റേജ് വരുന്ന പറഞ്ഞാൽ കുറച്ച് ഡാറ്റ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്കൊരു ഡീറ്റെയിൽഡ് ഇൻ്റർപ്രിട്ടേഷൻ സാധ്യമാവില്ല. പക്ഷേ അതിൻ്റെ അതൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കുറേ ഡാറ്റ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഡാറ്റ ഹാൻഡിൽ ചെയ്യാനൊക്കെ ഒരു സുഖമായിരിക്കും. പക്ഷേ അതിൻ്റെ ഡീറ്റെയിൽഡ് ഇൻ്റർപ്രിട്ടേഷൻ പ്രയാസമാണ്, എങ്കിലും നമുക്കെന്താണ് ഡാറ്റ ഹാൻഡ്ലിംഗ് ഒക്കെ സുഖമായിരിക്കും. അപ്പോൾ ടൈം എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് ഇൻ്റർപ്രിട്ടേഷനൊക്കെ നടത്താൻ പറ്റും. ഇതാണ് പാസീവിൻ്റെയും ആക്റ്റീവിൻ്റെയും അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജസും വരുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഇത്ര കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ താങ്ക് യു.